അങ്ങനെ 6 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം PI ലിസ്റ്റാവാൻ പോകുന്നു 20-ാം തീയതി മെയിൻ എക്സ്ചേഞ്ച്. അതുകൊണ്ട് തന്നെ 4-5 എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ആദ്യം OKEXിലായിരുന്നു, പിന്നെ ബിറ്റ്ഗെറ്റ്, MEXC, പിന്നെ ബിറ്റ്മാർട്ടിൽ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ എക്സ്ചേഞ്ചുകൾ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇതിൻ്റെ സപ്ലൈ എന്ന് വെച്ചാൽ 100 ബില്യണാണ് ഈ OKEXി കാണിച്ചേക്കുന്നത്. അപ്പോൾ 100 ബില്യണെ ഒരു 8 ബില്യൺ ആയിരിക്കും സർക്കുലേറ്റിംഗ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരുപാട് പേരുടെ ലോക്കഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത്ര ഒരു സപ്ലൈ ചിലപ്പം ഇത് വരുന്നത്. ഓക്കെ, ഇതിനിപ്പം നിങ്ങൾ ഈ അതിനു മുമ്പൊക്കെ തള്ള് പ്രൈസൊക്കെ കണ്ടാണ് $314. ഇപ്പം PIയുടെ IOU പ്രൈസൊക്കെ $80, $100 ഒക്കെ ഒറ്റയടിക്ക് കയറി $300 ആയിരുന്നു ഓൾറെഡി നല്ല രീതിയിൽ ആ ഒരു അന്ന് പമ്പായത്. അപ്പോൾ ആ ഒരു പ്രൈസിലൊക്കെ എത്തുമെന്ന് ചോദിച്ചാൽ അതൊന്നും എത്താനുള്ള സാധ്യതകളില്ല. ഈ ഒരു സപ്ലൈയുടെ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര ഒരു സപ്ലൈ വെച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന പ്രൈസ് എന്ന് വെച്ചാൽ $1, $2 ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലും താഴെ പോകാനാണ് സാധ്യതകൾ കൂടുതൽ. എന്ന് വെച്ചാൽ ബിനാൻസ് പോലെയുള്ള എക്സ്ചേഞ്ച് ലിസ്റ്റ് ആയാലാണ് നമുക്ക് നല്ലൊരു പ്രൈസിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു സപ്ലൈ വെച്ചിട്ട് ഈ ഒരു $300 എത്ര ഭയങ്കരമായിട്ട് വലിയ രീതിയിലൊക്കെ അല്ലേ പറയുന്നത്, അത്രയൊന്നും പോയില്ല. അത് ഓർക്കുക. ഈ ഒരു സപ്ലൈ വെച്ചിട്ടൊക്കെ പിന്നെ പതുക്കെ പോവുക. എന്ന് വെച്ചാലും മാക്സിമം $1-2 ആയിരിക്കും ഈ ഒരു ലിസ്റ്റിംഗ് ടൈമിൽ. അത്രയെങ്കിലും പോകണം. അതിലും കൂടുതൽ പോയാലേ കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ 6 വർഷം കൊണ്ട് ഇത് ഫാം ചെയ്തിട്ട് അവർക്ക് ഇത് ഇത്രയും ചെയ്തിട്ടൊരു പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടണ്ടായോ? അല്ല 6 വർഷം ഇത് ചെയ്തിട്ടൊരു $50 പ്രോഫിറ്റ് ആണെങ്കിൽ ഒന്നും പ്രയോജനമില്ല. ഓക്കെ, അത് നമ്മൾ ഓർക്കുക. 6 വർഷമാണ്. ഓക്കെ, മിക്ക പ്രോജക്റ്റുകളും 1-2 ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലിസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരും. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റും വരും. ഇത്രയും പോലും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കൊടുക്കും. പക്ഷേ ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഫാം ചെയ്തിട്ടുണ്ട്, അറിയാമല്ലോ, 6 വർഷം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രൈസ് ഉണ്ടായാലേ നമ്മളൊരു പ്രതീക്ഷിക്കുന്ന ഒരു $10-20 ഒക്കെ ആയാലും കുഴപ്പമില്ല. അതൊക്കെ അങ്ങ് പറയുകയാണ്, അത്രയൊന്നും വരില്ല, വരാനുള്ള സാധ്യതകൾ. പിന്നെ ക്രിപ്റ്റോ ആണ്, എന്ത് സംഭവിക്കാം. എന്നിരുന്നാലും ഇത്രയൊരു സപ്ലൈ വെച്ചൊക്കെ ബിനാൻസിലൂടെ ലിസ്റ്റ് ആയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പുണ്ട്. അപ്പോൾ ഞാൻ $1-2 മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാൻ പറ്റില്ല. ഈ സപ്ലൈ വെച്ചുകൊണ്ടൊന്നും ഇത്രയൊരു പ്രൈസൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളങ്ങ് ഹോപ്പ് ചെയ്യുകയാണ്. 6 വർഷമല്ലേ, അപ്പോൾ എത്രയോ ആളുകൾ ഇതോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഇത് പ്രോഫിറ്റ് കൊടുക്കണം. അതാണ് എന്താണെന്ന് നമുക്കറിയില്ല. 20-ാം തീയതി അറിയാം. എന്നിരുന്നാലും മൈൻഡ് ചെയ്തവർക്കെല്ലാം ഒരുപാട് കൺഗ്രാറ്റ്സ്. അപ്പോൾ നിങ്ങൾ എത്രയും നാൾ നിന്നില്ല. ഇനിയിപ്പോൾ ലോക്കൽ പീരീഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. ആ ഒരു ടൈമിൽ ഈ ഒരു പ്രൈസൊക്കെ എങ്ങനെ നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. എന്തായാലും 20-ാം തീയതി നമുക്ക് ലിസ്റ്റിംഗ് പ്രൈസ് നോക്കാം. $1-2 കൂടുതൽ പോകണമെന്നാണ് ആഗ്രഹം. അതിലും കൂടുതൽ പോകണമെന്ന് ആഗ്രഹം. എന്ന് വെച്ചാൽ അത്രയും വർഷം ഫാം ചെയ്തതല്ലേ. 1-2 വർഷം ഫാം ചെയ്തതല്ല, 6 വർഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടണം. എല്ലാവരും അത് തന്നെ പ്രതീക്ഷിച്ചത്. എന്ന് വെച്ചാൽ ഇത്രയും വർഷമല്ല, അല്ലെ 6 വർഷം വേസ്റ്റല്ലേ നമ്മൾ ചെയ്തതിൻ്റെ. അതും ആലോചിച്ച് നോക്കുക. എന്തൊക്കെയാലും നല്ല പ്രൈസിൽ ലിസ്റ്റ് ആവട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.